മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ണൻ തന്നെ ഉണ്ണിയോടും ദുർഗയോടൊക്കെ സത്യങ്ങൾ പറയുന്ന എപ്പിസോഡാണ് കേട്ടോ വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ വാമദേവൻ്റെ ബ്ലാക്ക് മെയിലിങ്ങിന് നല്ല മുട്ടൻ പണി തന്നെയാണ് മാർക്കോയും അനന്തും കണ്ണനും കൂടെ കൊടുക്കാൻ തീരുമാനിച്ചേക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, വാമദേവൻ 15 ലക്ഷം രൂപയാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് കണ്ണനോട് സത്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ പൈസ തരാം, അത്രയും സാവകാശം വേണമെന്ന് പറയുമ്പം ഈ വാമദേവനക്കാണെങ്കിൽ അത് സമ്മതമാണ്. കാരണം 15 ലക്ഷം കിട്ടിയാൽ 5 ലക്ഷം കരുണയ്ക്കും കൊടുക്കാം, ബാക്കി 10 ലക്ഷം ഇയാൾക്ക് എടുക്കാമെന്നുള്ളൊരു തോന്നലും ഉണ്ട്. അതുപോലെ തന്നെ സീമന്തിനിയും അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷേ സീമന്തിനി ഒരു കാര്യം വാമദേവനോട് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. നിങ്ങൾ തന്നെയാണ് വിശ്വേട്ടനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തത്. എന്നിട്ട് നിങ്ങൾ തന്നെ ആ കൊലപാതകത്തിൻ്റെ പേരും പറഞ്ഞ് ഒരു തെറ്റും ചെയ്യാത്ത മഹാലക്ഷ്മിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ വാങ്ങുന്നത് വലിയ തെറ്റാണ്. അതൊന്നും കുഴപ്പമില്ലടി, നമ്മൾക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ. എന്തായാലും നമുക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, അവരുടെ കയ്യിലാണെങ്കിൽ ഇഷ്ടംപോലെ സ്വത്തുണ്ട്, അത് വാങ്ങിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ സീമന്തിനി പറയുന്നുണ്ട്, ഇതെല്ലാം മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ അതാരാന്ന് ചോദിക്കണു. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, വേറെ ആരുമല്ല, വിശ്വേട്ടൻ തന്നെ. വിശ്വേട്ടനെ കൊന്നത് പ്രതാപനാണെങ്കിലും പ്രതാപന് കൊട്ടേഷൻ കൊടുത്തത് നിങ്ങളാണെന്നുള്ളത് വിശ്വേട്ടനെ അറിയാം. അതുകൊണ്ട് ഇനി വിശ്വേട്ടൻ്റെ ആത്മാവ് പ്രതാപൻ്റെ ശരീരത്തിൽ നിന്നും ഇറങ്ങിയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ വന്ന് കയറുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പ്രതാപനായിരിക്കില്ല ആ സത്യങ്ങൾ പറയണത്, നിങ്ങൾ തന്നെയായിരിക്കും എല്ലാ സത്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണമെന്ന്. അത് കേട്ടതും വാമദേവനക്ക് ഭയങ്കര പേടിയൊക്കെ ആവുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മാർക്കോയും അനന്തും കണ്ണനും കൂടി ഉറച്ച തീരുമാനത്തിലെത്താണ് വാമദേവനെ പരമാവധി ആർത്തി പിടിപ്പിക്കുക, എന്നിട്ട് അയാൾക്കുള്ള നല്ല 8ൻ്റെ പണി തന്നെ കൊടുക്കാനായിട്ട്. അങ്ങനെ മാർക്കോ പറയുന്നുണ്ട്, ഇപ്പം തന്നെ അനന്ത് സാറ് ആ വാമനെ വിളിച്ചിട്ട് പറയാം എത്ര ലക്ഷം വേണമെന്ന് ചോദിക്കുക. പല പ്രാവശ്യമായിട്ട് പൈസ തരാനൊന്നും പറ്റില്ല, ഒറ്റ സെറ്റിൽമെൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ അയാൾ എത്രയാ തുക എന്നുള്ളത് പറഞ്ഞോളൂ. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ എത്ര പറയണമെന്ന് ചോദിക്കുമ്പോൾ അതെന്തിനാണ് കണ്ണൻ സാറേ നമ്മൾ പറയണത്, അതൊക്കെ അയാൾ പറഞ്ഞോളും, നമ്മൾ പിന്നെ അത് ബാർഗെയിൻ ചെയ്താൽ മതി. എന്തായാലും അയാൾ പരമാവധി അങ്ങോട്ട് സന്തോഷിക്കട്ടെ എന്ന്. ഇതേ സമയം നമ്മളുടെ കരുണയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. 10 ലക്ഷം കിട്ടിയാൽ അതിൽ നിന്ന് 5 ലക്ഷം രൂപ കരുണയുടെ കയ്യിലേക്ക് കിട്ടും. ഇനിയും അമ്മാവൻ മഹാലക്ഷ്മിയെ പല പ്രാവശ്യം ഇതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യും, അപ്പോഴൊക്കെ എനിക്കും അതിൻ്റെ ഓഹരി കിട്ടുമല്ലോ എന്നൊക്കെ ഉള്ള സന്തോഷത്തിലിരിക്കുമ്പോൾ ഉണ്ണി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്ത് പറ്റി കരുണേ, പതിവില്ലാതെ നീ നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഉണ്ണിയേട്ടാന്ന് പറയണു. ഈ പൈസ കിട്ടുന്ന കാര്യമൊന്നും കാരണം ഉണ്ണിയോട് പറയണില്ല, അതൊക്കെ മറച്ചു വെച്ചേക്കാണ്. അന്നേരം ഉണ്ണി ചോദിക്കുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ, നിൻ്റെ അച്ഛന് സുഖമില്ലാതായത് മുതൽ നീ ഭയങ്കര സങ്കടത്തിലായിരുന്നല്ലോ, ഇപ്പം അങ്ങനെ മാറ്റം വരാൻ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതല്ല, അച്ഛൻ്റെ അസുഖം ഇപ്പോൾ കുറവുണ്ടല്ലോ അതുകൊണ്ടുള്ള സന്തോഷം, അല്ലാതെ വേറെ ഒന്നും അല്ലാന്ന്. എന്നാലും നീ നിൻ്റെ അച്ഛനെ കാണാൻ പോണില്ല കരുണേന്ന് ചോദിക്കുമ്പം എന്തിന്, അച്ഛന് മനസ്സിന് സമനില തെറ്റിക്കെടുക്കാല്ലേ, അച്ഛനിപ്പോൾ എന്തൊക്കെ പറയുന്നൊന്നും അറിയാൻ പറ്റില്ല, അതുകൊണ്ട് അച്ഛൻ്റെ കൺമുന്നിൽ ചെല്ലുന്നവരെയൊക്കെ അച്ഛൻ കണ്ണു പൊട്ടുന്ന ചീത്തയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇനി ഞാൻ അവിടെ പോയി ആ ചീത്ത കേൾക്കണേ എന്തിനാ, എന്നോടിപ്പോൾ പണ്ടത്തെ സ്നേഹമൊന്നുമില്ല അച്ഛനെന്ന്. അത് കേട്ടതും ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും നീ അയാളുടെ മോളല്ലേ, അപ്പോൾ അയാൾ ചീത്ത പറഞ്ഞാലും നീ അയാളെ നോക്കുകയും അയാളെ കാണാൻ പോവുകയൊക്കെ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും സ്നേഹമൊക്കെ മതി, എന്തായാലും ആസ്പത്രിയിൽ ആൾക്കാരുണ്ടല്ലോ അച്ഛനെ നോക്കാൻ, അവർ നോക്കിക്കോളൂന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തു ആണെങ്കിൽ ഈ വാമദേവനെ വിളിക്കുകയാണ്. വാമദേവനാണെങ്കിൽ അനന്തുവിൻ്റെ കോൾ കണ്ടതും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പൈസ റെഡി ആയിട്ട് ചെല്ലാൻ പറയാനായിരിക്കും അനന്ത് വിളിക്കണേ, എന്നാൽ ഇപ്പം തന്നെ പോയി പൈസ കൈയോടെ മേടിച്ചുകൊണ്ടിരാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഫോൺ എടുക്കുമ്പം അനന്ത് ചോദിക്കുന്നുണ്ട്, അങ്കിളിപ്പോൾ എവിടെയാണെന്ന്. നേരം വാമദേവൻ പറയുന്നുണ്ട്, ഞാൻ വീട്ടിലെ, എന്താ മോനെ പൈസ പൈസ തരാനാണോ വിളിക്കണേന്ന് ചോദിക്കുമ്പം അല്ല അമ്മാവ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, എന്തായാലും എനിക്ക് അമ്മാവനെ ഒന്ന് നേരിട്ട് കാണണം എന്ന് പറയുമ്പം ഇനി എന്തിനാണ് നേരിട്ട് കാണണേ. ആ സമയത്ത് ഈ വാമദേവന് നല്ല പേടിയാവുന്നുണ്ട്, ഇനി അനന്തും മാർക്കോയൊക്കെ ചേർന്ന് വാമദേവനെ തല്ലാനാണോ എന്നോർത്ത്. അതാണ് അയാൾ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അനന്തുവിനോട് ചോദിക്കുമ്പം അനന്ത് പറയുന്നുണ്ട്, അതല്ല അമ്മാവ, പല പ്രാവശ്യമായിട്ട് അമ്മാവൻ പൈസ ചോദിക്കൂലേ, അത് വേണ്ട, ഒറ്റയടിക്ക് അമ്മാവന് ആകെ എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടി ഒരുമിച്ച് തരാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാനാണ് അമ്മാവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ആ സമയം വാമദേവൻ പറയുന്നുണ്ട്, അതാണോ, ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ പൈസ തന്ന് എൻ്റെ ഇടപാട് തീർക്കാനായിരിക്കും എന്ന് പറയുമ്പോൾ ഇല്ല, അങ്ങനെ അമ്മാവൻ്റെ ഇടപാട് തീർത്ത് വിടാനൊന്നും പറ്റില്ലല്ലോ, എന്തായാലും അമ്മാവൻ ഇന്ന് തന്നെ എന്നെ ഒന്ന് വന്ന് കാണാൻ, എവിടെ വരേണ്ടത് പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പം തന്നെ വരാൻ മോനെന്നും പറഞ്ഞ് വാമദേവൻ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് സീമന്തിനിയോട് പറയുന്നുണ്ട്, എടി സീമന്തിനി,
നമ്മൾ രക്ഷപ്പെട്ടറി, അവർ പൈസ പല പ്രാവശ്യമായിട്ട് തരണ്ട, ഒരുമിച്ച് തരാമെന്ന് പറഞ്ഞു. അതെന്താ അവരിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് വയ്ക്കുമ്പം അവർക്കറിയാലോ ഞാനിനി എപ്പോഴും പൈസയും ചോദിച്ച് ചെല്ലുമെന്ന്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ബുദ്ധി ഉപയോഗിക്കണം. എന്തായാലും നമ്മൾ എത്ര ലക്ഷം ചോദിക്കണം മാമേട്ടാന്ന് ചോദിക്കുമ്പം ഒരു 19 ലക്ഷം രൂപ ചോദിക്കാമെന്ന് പറയുന്നു. അന്നേരം സീമന്തിനി പറയുന്നുണ്ട് 50 ലക്ഷം മതിയോ ആ കരുണപ്പിശാചിനും കൊടുക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ എന്നാൽ ഒരു 60 ലക്ഷം ചോദിക്കാം, അതിൽ നിന്ന് 5 ലക്ഷം രൂപ ആ കരുണപ്പിശാചിനും കൊടുക്കാം, ബാക്കി 55 ലക്ഷം രൂപ നമുക്ക് എടുക്കാമെന്ന് പറയുമ്പോൾ സീമന്തിനി പറയുന്നുണ്ട് എന്തായാലും ഈ 60 ലക്ഷം രൂപ വാങ്ങിയിട്ട് പിന്നെ ഇപ്പം തന്നെ വീണ്ടും മഹാലക്ഷ്മിയെ ശല്യം ചെയ്യാനായിട്ട് നിങ്ങൾ പോവരുത് കേട്ടോ മാമേട്ട. അങ്ങനെ വീണ്ടും ശല്യത്തിന് ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്തായാലും കണ്ണനോട് സത്യങ്ങൾ പറയും. പിന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസയും കിട്ടൂല, നിങ്ങൾ ചിലപ്പോൾ ജയിലിലും പോകേണ്ടി വരും. അതുമാത്രമല്ല പ്രതാപനെതിരെ എന്തായാലും അവൻ കേസുമായിട്ട് മുന്നോട്ട് പോകും. അവൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അവൻ അത്രയ്ക്ക് ജീവനായിരുന്നു. അതുകൊണ്ട് അച്ഛനെ കൊന്നത് പ്രതാപനാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രതാപനെ ജയിലിലേക്ക് വിടും. പ്രതാപൻ ജയിലിലേക്ക് പോകുമ്പം കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന്. ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് അതെന്തിനാണ് ഈ സീമന്തിനി പ്രതാപം പോകുമ്പോൾ എന്നെ കൊണ്ടുപോകണമെന്ന് ചോദിക്കുമ്പോൾ പ്രതാപം കൊന്നെങ്കിൽ കൊല്ലിച്ചത് നിങ്ങളല്ലേ, ആ സത്യം എന്തായാലും പ്രതാപം പറയാണ്ടിരിക്കുക. ഇല്ല പ്രതാപൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ വാ തുറക്കൂല എന്ന് പറയുമ്പോൾ സീമന്തിനി പറയുന്നുണ്ട് പ്രതാപൻ്റെ അസുഖം മാറിയാലും കർണയ്ക്കും കർണയുടെ മുത്തശ്ശിക്കും അറിയാലോ സത്യങ്ങളെല്ലാം, അവരെന്തായാലും ആ സത്യങ്ങൾ എല്ലാവരോടും പറയില്ലേ, അപ്പോൾ നിങ്ങളുടെ ജീവിതം ഇനി ജയിലിലാവും. അതുകൊണ്ട് നിങ്ങളിനി ഓരോ ചുവടും സൂക്ഷിച്ച് വേണം മുന്നോട്ട് വയ്ക്കാൻ. എപ്പോഴും ഇതും പറഞ്ഞ് മഹാലക്ഷ്മിയെ ഭീഷണിപ്പെടുത്താൻ നിൽക്കണ്ട, അവൾ നിവൃത്തികേട് കൊണ്ട് എല്ലാം കണ്ണനോട് പറയൂ കേട്ടോ എന്ന്. അത് കേട്ടത് വാമദേവൻ പറയുന്നുണ്ട് അത് നീ പറഞ്ഞത് നേരാ സീമന്തിനി, ഞാനിനി കൂടെ ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ എന്തായാലും സത്യങ്ങൾ കണ്ണനോട് പറയാതിരിക്കില്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇപ്പോഴൊന്നും അവരെ ശല്യം ചെയ്യില്ല. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി അവർ സമാധാനത്തിൽ ജീവിച്ച് തുടങ്ങുമ്പോഴാണ് വീണ്ടും ഞാൻ ഈ കാര്യം പറഞ്ഞ് അവരെ ശല്യം ചെയ്യുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തു കണ്ണനോട് പറയാണ് അയാളെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കണ്ണ, അയാൾ ഇപ്പം തന്നെ വരാമെന്നാണ് പറഞ്ഞേക്കണേന്ന് പറയുമ്പം ഞാൻ എന്നോട് അനന്തു എന്ന് ചോദിക്കുമ്പം പിന്നെ നീ ഇല്ലാണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കണേ, നീയും കൂടി വാന്ന് പറയുന്നു. അന്നേരം കണ്ണൻ പറയുന്നുണ്ട് അത് വേണ്ട അനന്തു, എന്തായാലും കുറച്ച് ദിവസം കൂടിയും അയാൾ പൈസ കിട്ടുമെന്ന് വിചാരിച്ച് സന്തോഷിക്കട്ടെ, അതിനുശേഷം നമുക്ക് അയാളുടെ സന്തോഷമൊക്കെ തീർത്തു കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മളുടെ അനന്തു ആണെങ്കിൽ വാമനെ നോക്കി നിൽക്കുകയാണ്. വാമൻ വന്ന കാണുമ്പോൾ തന്നെ അനന്തു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ശകിനി എത്ര പെട്ടെന്നാണ് ഇവിടെ എത്തിയത്, എന്തായാലും ഇയാളുടെ പൈസയോടുള്ള ആർത്തി സമ്മതിച്ചു കൊടുക്കണം. സ്വന്തം അളിയൻ്റെ മരണം വിറ്റും കാശാക്കാൻ നടക്കുന്ന ഒരു ദുഷ്ടൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ വാമദേവനാണെങ്കിൽ അടുത്തേക്ക് വന്നതും അനന്തുവിൻ്റെ അടുത്ത് വന്നിട്ട് എന്താ മോനിപ്പോൾ കാണണമെന്ന് പറഞ്ഞ് എത്ര രൂപ തരാനാണ് മോൻ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പോൾ അത് എത്ര വേണമെന്ന് അമ്മാവന് തീരുമാനിക്കാം, എന്തായാലും ആ ഒരൊറ്റ തുകയെ ഞങ്ങൾ തരുള്ളൂ, പിന്നെ അപ്പോഴും പൈസ ചോദിച്ചു വന്നാൽ അതൊന്നും കിട്ടുമെന്ന് അമ്മാവൻ വിചാരിക്കണ്ട, അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് അമ്മാവനൊരു തുകയൊക്കെ അങ്ങോട്ട് പറഞ്ഞോളാൻ പറയണം. അന്നേരം വാമദേവൻ ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്കൊരു 60 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട് പൈസയൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല, പക്ഷേ ഈ 60 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ അമ്മാവൻ വീണ്ടും മഹാലക്ഷ്മിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പാടില്ല. അന്നേരം വാമദേവൻ പറയുന്നുണ്ട് അതെന്താ അനന്തു നീ അങ്ങനെ പറയണത്, ഞാനെന്താ അത്രയ്ക്ക് കണ്ണി ചോരയില്ലാത്തവനാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ വിശ്വസിക്കാനൊന്നും പറ്റില്ല, നിങ്ങളും ആ പ്രതാപനും ആ കരുണ ഉണ്ണിയൊക്കെ ഒരേ ജനസിൽപ്പെട്ടവരാ, അതുകൊണ്ട് എപ്പോഴാണ് നിങ്ങളുടെ സ്വഭാവം മാറണമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇനി ഈ പൈസ വാങ്ങിയിട്ട് വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അമ്മാവൻ വിവരം അറിയുന്നു. ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് നീ എന്താണ് അനന്തു എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഭീഷണിയൊന്നുമല്ല, നടക്കാൻ പോണ കാര്യം ഞാൻ പറഞ്ഞതാന്ന് പറയുന്നത്. അന്നേരം വാമദേവൻ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട, എന്തായാലും പൈസ തന്നു കഴിഞ്ഞാൽ പിന്നെ സത്യങ്ങളൊന്നും ആരും അറിയില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തു കണ്ണൻ്റെ അടുത്തേക്ക് വരാണ്. കണ്ണൻ അനന്തുവിനെ കണ്ടത് എന്തായടാ അയാളോട് നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് ഇപ്പോൾ 60 ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞത്, എന്തായാലും ഞാനത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അന്നേരം ഈ കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്ന് കൊടുക്കാമെന്നാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഈ വാമദേവനും അനന്തുമായിട്ട് സംസാരിച്ച ആ ഒരു കാര്യം പറയുന്നുണ്ട്. അനന്തു ഈ 60 ലക്ഷം രൂപ അടുത്ത വ്യാഴാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ച് വിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അയാൾ മഹിയെ ഭീഷണിപ്പെടുത്താൻ വരും, അത് സംശയമില്ലാത്ത കാര്യം, ഈ പൈസ വാങ്ങി കുറച്ച് ദിവസത്തേക്ക് അയാളെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല, എന്തായാലും ഈ സത്യങ്ങൾ ഉണ്ണി അറിഞ്ഞാലാണ് പ്രശ്നമാവാൻ പോണത്, ഉണ്ണി അറിഞ്ഞാൽ പിന്നെ കരുണയ്ക്ക് അവിടെ ഒരു ജീവിതം ഉണ്ടാവില്ല. അന്നേരം അനന്ത് പറയുന്നുണ്ട് ഉണ്ണി അറിയട്ടേടാ, ഉണ്ണി അറിഞ്ഞ് അവളെ അവിടെ നിന്ന് തല്ലി പുറത്താക്കട്ടെ, അല്ലെങ്കിൽ തന്നെ മഹിക്ക് അവളോട് എന്തോരം സ്നേഹം, അതിൻ്റെ ഒരു അംശം സ്നേഹമെങ്കിലും
മഹിയോട് അവൾക്കുണ്ടോ സ്നേഹം എന്ന് മാത്രമല്ല, മഹിയെ എങ്ങനെ കൊല്ലാന്നുള്ള ചിന്ത മാത്രമല്ല അവൾക്കുള്ളൂ. അതുകൊണ്ട് അവളുടെ ജീവിതം തകർന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് നേരാടാനന്ദു. പക്ഷേ മഹിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. മഹിക്കത് ഭയങ്കര സങ്കടമായിരിക്കും. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യാൻ പോണത് കരുണയെ തന്നെയാണ്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ അമ്മാവനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കണം. അമ്മാവൻ്റെ സന്തോഷത്തിന് ഇനി ഒരാഴ്ച സമയമേ ഉള്ളൂ. അതോടുകൂടി അയാളുടെ എല്ലാ സന്തോഷവും തീരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണീനെയും ദുർഗേനെയാണ്. ഉണ്ണിയും ദുർഗ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് കണ്ണൻ്റെ വണ്ടി വരുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. ദുർഗ പറയുന്നുണ്ട്, കണ്ണൻ വന്നു എന്ന് തോന്നണല്ലോടെ മോനേന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അയാൾ ആകെ പ്രശ്നത്തിലാണ് അമ്മേ, എന്തൊക്കെയോ രഹസ്യങ്ങൾ അയാൾ മറച്ചു വെക്കുന്നുണ്ട്. ഇനി അയാൾ കരുണയുടെ അച്ഛനെ എങ്ങാനും കാണാൻ പോയോന്ന് എനിക്ക് സംശയമുണ്ട്. എന്തൊക്കെയോ രഹസ്യങ്ങളുമായിട്ട് അയാളിപ്പോൾ നടക്കണേന്ന്. അല്ലെങ്കിൽ അയാൾ ഒരിക്കലും പൂജാമുറി കയറാറില്ലല്ലോ. ഇപ്പം അയാൾ എല്ലാ ദിവസവും പൂജാമുറി കയറുന്നുണ്ട്. ആ അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ തിരിതെളിച്ച് പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഇതിൽ നിന്നെല്ലാം എനിക്ക് തോന്നുന്നത് നമ്മളറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അമ്മ. അത് മാത്രമല്ല കരുണയിലും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ട്. പണ്ടത്തെ ദേഷ്യവും വാശിയും അഹങ്കാരവും ഒന്നും കരുണയ്ക്കില്ലാന്ന്. അതാ മോനെ എനിക്കും സംശയം. കരുണമോളുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ണൻ പറഞ്ഞതുപോലെ വിശ്വട്ടനെ കൊന്നത് അവളുടെ അച്ഛനെങ്ങാനും ആയിരിക്കുമെന്ന്. അത് കേട്ടോണ്ടാണ് നമ്മളുടെ കരുണ അങ്ങോട്ട് വരുന്നത്. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, അവളുടെ അച്ഛനെങ്ങാനും എൻ്റെ അച്ഛനെ കൊന്നെങ്കിൽ പിന്നെ അവളുടെ അച്ഛൻ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല എന്ന്. അത് കേട്ടതും കരുണയാണെങ്കിൽ ആകെ ഷോക്കായ പോലെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.